മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിഥുന. നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറി സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മുൻപുള്ള ഡയറി സയൻസിന്റെ വ്യത്യസ്ത എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആദ്യത്തെ ചോദ്യം, which of the following statement is correct regarding zebu cattle? zebu cattle-നുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കാറ്റിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സുകളും നോക്കി പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ അതിനകത്ത് ഇപ്പം അവരൊരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ദേ ആർ വെൽ അഡാപ്റ്റഡ് ടു ട്രോപ്പിക്കൽ കൾച്ചർ. ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ദേ ഹാവ് ലോ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ദേ ഹാവ് ലോ ഡിസീസ് റെസിസ്റ്റൻസ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ദേ ഹാവ് ഹൈ പൊട്ടൻഷ്യൽ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലേ. ഈ സെബു കാറ്റിൽ എന്താണെന്ന് അത്ര സുപരിചിതമായിട്ടുള്ളൊരു ചോദ്യമല്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റിൽസിനെ കുറിച്ച് പഠിക്കും. ആ ഒരു കാറ്റിൽസിന്റെ പ്രത്യേകത എന്താണ്, അവർ ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് സർവൈവ് ചെയ്യുന്നത്, അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അവർക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ ഡോർഫ് ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയില്ലല്ലോ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവുകയാണ്, എന്നിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി തരാം. അപ്പോൾ സെബു കാറ്റിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ആണ് കറക്റ്റ്. അതായത് ഇത് ട്രോപ്പിക്കൽ കൾച്ചറിൽ ഗ്രോ ചെയ്യും, അതുപോലെ നന്നായിട്ട് അഡാപ്റ്റഡ് ആണ്, ട്രോപ്പിക്കൽ കൾച്ചറിലാണ് ഇത് കൂടുതൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ലോ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് മാത്രമേ ഇവർക്കുള്ളൂ. ഒരുപാട് ഫുഡും ഫോഡറും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മിനിമൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് മാത്രമേ ആർക്കുള്ളൂ, നമ്മുടെ സെബു കാറ്റിലിനുള്ളൂ. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാം. അപ്പം നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഏരിയാസിൽ നിന്നാണെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു ബേസ് ഐഡിയ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് സെബു കാറ്റിൽ എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പൊ സെബു കാറ്റിലാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പോ സെബു കാറ്റിൽ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡിസിൻ കാറ്റിൽ ഓർ ഹംഡ് കാറ്റിൽ. ഇൻഡിസിൻ കാറ്റിൽ അല്ലെങ്കിൽ ഹംഡ് കാറ്റിൽ എന്ന് ഈ സെബു കാറ്റിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ സെബു കാറ്റിലിന്റെ ഒരു ഇമേജ്. അപ്പൊ ഈ ഒരു ഇമേജ് നമ്മൾ ഒന്ന് മൈൻഡിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുണ്ട്, ഇവനൊരു ഹമ്പുണ്ട്, അതായത് തോളത്ത് അല്ലെങ്കിൽ മുതുകത്ത് ഒരു മുഴയുണ്ട്. അപ്പൊ അതാണ് സെബു കാറ്റിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ്, ഒരു തോളത്തായിട്ട് എന്തുണ്ട്, ഒരു ഹമ്പുണ്ട്, മുതുകിലൊരു ഹമ്പുണ്ട്. അതുകൂടാതെ പിന്നെ പറഞ്ഞേക്കുന്നതന്നെ ലാർജ് ഡ്യൂലാബ്സ്, അതായത് ഇതിനിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ലൂസ് സ്കിൻ ഉണ്ടാകും. അപ്പം ലൂസ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ ഇങ്ങനെ അതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുണ്ടാകും. അതുപോലെ മുതുകിലൊരു മുഴയുണ്ടാകും. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഡ്രൂപ്പി ഇയേഴ്സ്, തൂങ്ങിക്കിടക്കുന്ന ഇങ്ങനത്തെ കൂർത്ത എന്താണ് ചെവി ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെബു കാറ്റിലിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കേ, ദേ ഹാവ് എ ഹംബ് ഓൺ ദെയർ ഷോൾഡർ, ലാർജ് ഡ്യൂലാബ്സ്, എന്താണ് കഴുത്തിന്റെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ലൂസ് ആയിട്ടുള്ള കുറച്ച് എന്താണ് സ്കിൻ ഉണ്ടാകും. അതുപോലെ ഡ്രൂപ്പി ആയിട്ടുള്ള ഇയേഴ്സ് ഉണ്ടാകും. അപ്പൊ ഇതാണ് നമ്മുടെ സെബു കാറ്റിലിന്റെ പ്രത്യേകതകൾ. ഇനി എന്താണ്, ഇതിനെ ഇൻഡിസിൻ കാറ്റിൽ അല്ലെങ്കിൽ ഹംഡ് കാറ്റിൽ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്, അതിന്റെ ഷോൾഡറിൽ ഹംബ് ഉള്ളത് കൊണ്ടാണ്, ഒരു മുഴയുള്ളത് കൊണ്ടാണ്. ദേ ആർ വെൽ അഡാപ്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിനോട് വെൽ അഡാപ്റ്റഡ് ആണ്. ആൻഡ് ദേ ആർ റേസ്ഡ് ത്രൂ ദ ട്രോപ്പിക്സ്. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ട്രോപ്പിക്കൽ ഏരിയയിൽ അഡാപ്റ്റഡ് ആണ്, ഹൈ ടെമ്പറേച്ചറിനോട് അഡാപ്റ്റഡ് ആണ്.
ഇനി ഈ സെബു എന്ന് പറയുന്നത് they are generally mature enough to give birth when they are 29 months old. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു ഫുള്ളി ഫെർട്ടൈൽ ആകുന്നത് അല്ലെങ്കിൽ മെച്ചുവർ ആയ ഒരു എന്താണ് നെക്സ്റ്റ് ജനറേഷന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് 29 മാസത്തോളം പ്രായം എത്തുമ്പോഴാണ് അല്ലെ. അപ്പം എന്താണ് ഒരു 2.5 വയസ്സോളം എത്തുമ്പോഴാണ് സെബു കാറ്റിൽ എന്താണ് പ്രസവിക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതും ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ഇത് വന്നിരിക്കാം, വരാം സാധ്യതയുണ്ട്. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് സെബു ഈസ് സസെപ്റ്റബിൾ ടു നഗാന പെസ്റ്റ് ആസ് ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ട്രിപ്പനോ ടോളറൻസ്. അപ്പോൾ ട്രിപ്പനോ ടോളറൻസ് കാണിക്കുന്നില്ല. അപ്പൊ ഈ നഗാന പെസ്റ്റ് എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിൽ കണ്ടാൽ നമുക്ക് ഈ നഗാന പെസ്റ്റ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഏത് സമയത്താണ് ഇത് മെച്ചുവർ ആകുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കാറ്റിലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ദ സെബു പെസ്റ്റ് ഈസ് സസെപ്റ്റബിൾ ടു നഗാന പെസ്റ്റ്. അപ്പം സെബു കാറ്റില് നഗാന പെസ്റ്റിനോട് സസെപ്റ്റബിൾ ആണ്. അപ്പം അതിനർത്ഥം എന്താണ്? ഈ നഗാന പെസ്റ്റ് ഇൻഫെക്ഷൻസ് വരാം. ഈ നഗാന പെസ്റ്റ് എന്താണെന്ന് അറിയാമോ? നമ്മൾ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിനൊക്കെ സ്ലീപ്പിംഗ് സിക്നസ് പറയും. ഇതുപോലെ ആനിമൽസിനും സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ട്, അതായത് ട്രൈപ്പനോസോമിയാസിസ്. അപ്പൊ ട്രൈപ്പനോസോമിയാസിസ് കോസ് ചെയ്യുന്ന പെസ്റ്റാണ് നഗാന പെസ്റ്റ്. ഈ നഗാന പെസ്റ്റിനോട് കാരണമുള്ള ഇൻഫെക്ഷൻസ് സെബു കാറ്റിൽ എളുപ്പത്തിൽ വരാം. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ കൊടുത്തിരുന്ന പോയിന്റ്സും ഈ പോയിന്റ്സും നിങ്ങൾ ഓർത്തിരിക്കണം സെബു കാറ്റിലിനെ കുറിച്ച്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സിമിലർ ആയിട്ടുള്ള കാറ്റിൽസിനെ കുറിച്ച് നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാറ്റിൽസിനെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും. അതിന് കൂടാതെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നിച്ച് എഴുതി വെക്കുക. അപ്പം ഇപ്പം സെബു കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള എവിടെ നിന്ന് ഗ്രാബ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണെങ്കിലും എഴുതി വെക്കുക. അപ്പം എന്താണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്രദമായിരിക്കും. നമ്മളൊരു 3-4 തവണ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാറ്റിലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിന്റെ എന്താണ് ഡ്രൂപ്പി ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഷോൾഡറിൽ ഒരു ഹമ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ലൂസ് ആയിട്ടുള്ള സ്കിൻ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പം ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാനും സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കാറ്റിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഗ്രാബ് ചെയ്ത് അത് പഠിച്ചു വെക്കാനും ശ്രദ്ധിക്കുക. അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ച് എളുപ്പമാവും. പിന്നെ ഡയറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് രീതികളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ഓരോ കാറ്റിലിനെ കുറിച്ചും അതുപോലെ മിൽക്ക് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് financed by the sale of skim milk powder and butter oil gifted by. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സഹായത്താൽ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഈ എന്തിനു വേണ്ടിയിട്ടാണ്? മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ഓപ്പറേഷൻ ഫ്ലഡിന്റെ സഹായിച്ച അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞു? ഡോക്ടർ വർഗീസ് കുര്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷൻ ഫ്ലഡ് 3 ഫേസസ് ഉണ്ട്. അതിന്റെ ആദ്യത്തെ ഫേസിൽ ഈ ഓപ്പറേഷൻ ഫ്ലഡിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തത്, അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതറിയണമെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ 3 ഫേസസ് അറിഞ്ഞിരിക്കണം, ഓരോ ഫേസിലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ ബി വേൾഡ് ബാങ്ക്, ഓപ്ഷൻ സി യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി USA. കറക്റ്റ് ആൻസർ വരുന്നത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫസ്റ്റ് ഫേസിൽ എന്ത് ഡൊണേറ്റ് ചെയ്തു? കുറച്ച് സ്കിം മിൽക്ക് പൗഡറും അതുപോലെ ബട്ടർ ഓയിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്തു, നമുക്ക് ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് മാർക്കറ്റിങ്ങും കുറച്ച് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇത് കൂട്ടാനും അതുവഴി മിൽക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ധനസമാഹരണത്തിനും അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ പ്രയോജനപ്രദമായി. അപ്പം ഓർക്കുക, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് എന്ത് ഡൊണേറ്റ് ചെയ്തത്? സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും ഒക്കെ.
ഏത് ഫേസിൽ വെച്ചിട്ടായിരുന്നു? ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് എന്ത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഏത് വർഷമാണ്? 1970. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ദ കൺട്രി. അപ്പൊ ധവള വിപ്ലവത്തിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സഹായത്താൽ അവർ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1970. ഓർത്തിരിക്കേണ്ട കാര്യം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അതുപോലെ മറ്റൊന്ന് ഓപ്പറേഷൻ ഫ്ലഡ്. ഏത് വർഷം? 1970. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വൈറ്റ് റെവല്യൂഷൻ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കണം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് എന്തിനെ ലോഞ്ച് ചെയ്യാൻ സഹായിച്ചത് അല്ലെങ്കിൽ എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്പറേഷൻ ഫ്ലഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ക്രിയേറ്റിംഗ് എ ഫ്ലഡ് ഓഫ് മിൽക്ക് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്തിട്ട് മിൽക്ക് പ്രൊഡക്ഷനെ കൂട്ടിയിട്ട് ഒരു ഫ്ലഡ് ഓഫ് മിൽക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഫ്ലഡ് ഓഫ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി നോക്കൂ, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് റൂറൽ പോപ്പുലേഷൻ. അപ്പൊ നമുക്കറിയാം എന്താണ്, ക്ഷീര കർഷകർ കൂടുതലും റൂറൽ ഏരിയാസിലാണ്. അപ്പൊ ഇവര് അത്ര സംഘടിതമായിട്ടൊന്നും അല്ല മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇവര് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്താണ് കന്നുകാലികളെയൊക്കെ വളർത്തി അവരെ സംരക്ഷിച്ച് അവർക്ക് ഫുഡും ഫോഡറും ഒക്കെ കൊടുത്ത് ഒരുപാട് ലേബറും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നടത്തിയിട്ടാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെ. എന്നാൽ ചില ഇപ്പം കമ്പനീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ മെൻസ് ഇടനിലക്കാരൊക്കെ വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പാല് കളക്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഹയർ പ്രൈസിൽ വിൽക്കുന്നു. അപ്പം കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡൾട്രേഷൻസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ എന്താണ്, കൺസ്യൂമേഴ്സിന് ക്വാളിറ്റിയുള്ള മിൽക്ക് ഒരു ഫെയർ പ്രൈസിൽ കിട്ടുന്നുമില്ല. ചിലപ്പം ഹയർ പ്രൈസ് കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ അതിന്റെ പ്രോഫിറ്റ് അത് അർഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നുമില്ല. കാരണം മിഡിൽമെൻ ഉണ്ടാകും. അപ്പം അവരവരുടെ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി തുച്ഛമായ എമൗണ്ട് ആയിരിക്കും നമ്മുടെ കർഷകരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ കൂടുതൽ ലേബർ എടുത്തിട്ടും അവർക്ക് അർഹതപ്പെട്ട അത്രയും ഒരു ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള ക്ഷീര കർഷകരെ എല്ലാവരും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുകയും അതുവഴി എന്താണ് അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് മിൽക്ക് പ്രൊഡക്ഷൻ ചെയ്യുകയും അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യുകയും കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടനിലക്കാരുണ്ടാവത്തില്ല. അപ്പൊ ഇടനിലക്കാരുണ്ടാവാത്ത പക്ഷം എന്താണ്, അവർക്ക് ലാഭവിഹിതം കൂടുന്നു. കൺസ്യൂമേഴ്സിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് കറക്റ്റായിട്ട് എത്തിക്കാനും സാധിക്കും, അവർക്കൊരു ഫെയറർ പ്രൈസിൽ കൊടുക്കാനും സാധിക്കും. ഇവർക്ക് അതായത് നമ്മുടെ ക്ഷീര കർഷകർക്ക് നല്ല ഒരു ഇൻകം സോഴ്സ് കിട്ടുകയും ചെയ്യും. അതായത് അവരെടുക്കുന്ന പണിക്കുള്ള കൂലി അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും, ഇടനിലക്കാരില്ലാത്തത് കൊണ്ട്. അപ്പൊ അതാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? റൂറൽ പോപ്പുലേഷന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, പ്രൊവൈഡ് മിൽക്ക് ടു കൺസ്യൂമേഴ്സ് അറ്റ് ഫെയറർ പ്രൈസ്. അപ്പൊ ഇതേപോലെ തന്നെ മിഡിൽമെൻ ഇല്ലാതെ ഡയറക്റ്റ് ഫാർമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ എന്താണ് മിൽക്ക് പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ പോകുമ്പോൾ, മിഡിൽമെൻ ഇല്ലാതെ പോകുമ്പോൾ അവിടെ എന്താണ് ആ ഒരു മിഡിൽമെന്നിന്റെ പ്രോഫിറ്റ് കട്ട് ഷോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന് ക്വാളിറ്റിയുള്ള പാല് ഫെയറർ പ്രൈസിൽ കിട്ടും. ഇനി ആസ് എ പാർട്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോജക്ട് നമ്മുടെ കേരളത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സംരംഭം വന്നിരുന്നു. അതാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ KCMMF. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, മിൽമ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പം മിൽമ ആണ് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ KCMMF രൂപീകൃതമായതെന്നാണ് 25th ജനുവരി 1980 ആണ്. 25th ജനുവരി 1980 ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മിൽമ വരുന്നത് അഥവാ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വരുന്നത്. ജനുവരി 25,
1980, January 25, 1980. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. എന്നാണ് ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നത്? 1970 ഇതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യനാണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹം മലയാളിയാണെന്ന് കൂടെ ഓർത്തിരിക്കണം, കോഴിക്കോടുകാരനാണ്. ഇനി ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഫ്ലഡ് ഓഫ് മിൽക്ക് ക്രിയേറ്റ് ചെയ്യുക, മിൽക്കിന്റെ ഉൽപാദനം വളരെയധികം കൂട്ടുകയും അതുവഴി റൂറൽ പോപ്പുലേഷന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യും, കൺസ്യൂമേഴ്സിന് ഒരു ഫെയറർ പ്രൈസിൽ മിൽക്കിന് ക്വാളിറ്റി ഉള്ള മിൽക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് വന്നത്. ഇനി ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായി കേരളത്തിൽ തുടങ്ങിയ ഒരു ഫെഡറേഷനാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ നമ്മുടെ മിൽമ. എന്നാണ് തുടങ്ങിയത്? 25 ജാനുവരി 1980. 25 ജാനുവരി 1980. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന് 3 ഫേസസ് ഉണ്ടായിരുന്നു. അതായത് 3 ഘട്ടമായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന് ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് 1970 1980 ഇടയിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫിനാൻസ്ഡ് ബൈ ദ സെയിൽ ഓഫ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ. ആരാണ് ഡൊണേറ്റ് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ് ഡൊണേറ്റ് ചെയ്തത് ത്രൂ വേൾഡ് ഫുഡ് പ്രോഗ്രാം. അപ്പൊ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? കുറച്ച് സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും ഒക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒന്ന് ഗ്രോ ചെയ്യാനുള്ള ആ ഒരു ഇന്ധനം തന്നത് ആരാണ്? നമ്മുടെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ്. അതായിരുന്നു നമ്മുടെ MCQ ഉണ്ടായിരുന്ന ചോദ്യം. ഓർത്തിരിക്കേണ്ട കാര്യം, ഫേസ് 1 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫേസ് 1 ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് നടന്നത്. അപ്പൊ ഈ ഫേസിൽ എന്താണ്? തുടങ്ങിയതേ ഉള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് ചെറിയ രീതിയിലൊക്കെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം ഈ ക്ഷീര കർഷകര് ഓൾറെഡി ഈ മിഡിൽമെൻ ആണ് ഇവരുടെ കയ്യിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്ത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് തുച്ഛമായിട്ടുള്ള ലാഭമേ കിട്ടുള്ളൂ. അതിൽ നിന്ന് അവരൊരു കോപ്പറേറ്റീവ് സിസ്റ്റം ഫോം ചെയ്ത് അവർ ഡയറക്റ്റ് മിൽക്കിനെ കച്ചവടം ചെയ്ത് തുടങ്ങണമെങ്കിൽ അവർക്ക് ആദ്യം ഒരു അവയർനെസ് ഉണ്ടാവണം, അവരെ എല്ലാവരെയും ഏകോപിപ്പിക്കണം അല്ലെ. അപ്പം ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവരെന്ത് ചെയ്തു? ഈ ഓപ്പറേഷൻ ഫ്ലഡ് ലിങ്ക്ഡ് 18 ഓഫ് ഇന്ത്യാസ് പ്രീമിയർ മിൽക്ക് ഷെഡ്സ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 മിൽക്ക് ഷെഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് അവരുടെ പാല് എത്തിക്കാനുള്ള ഒരു കൂട്ടായ്മ ഫോം ചെയ്തു. അപ്പം ഇതിനകത്ത് ഇന്ത്യയുടെ മേജർ ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. ഇങ്ങനെ ഇത് മദർ ഡയറീസ് ആയിട്ട് ആക്ട് ചെയ്തു. അതായത് ഒരു തലസ്ഥാനം പോലെ ഇവരാണ് മെയിൻ. എന്നിട്ട് ഇവര് മറ്റിടത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അവിടെ ഒരു കോർപ്പറേഷൻ ഫോം ചെയ്തു, അല്ലെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഏകോപനം നടന്നു അല്ലെ. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേജിൽ നടന്നത്. ആദ്യം നമ്മുടെ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? നമുക്ക് സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും തന്നു. ഏത് കാലഘട്ടമാണ്? 1970 1980 കാലഘട്ടമാണ്. പിന്നെ ഈ ഫസ്റ്റ് ഫേസിൽ നടന്ന രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് 18 പ്രധാനപ്പെട്ട മിൽക്ക് ഷെഡുകൾ ഏകോപിപ്പിക്കപ്പെട്ടു. അതിനകത്ത് 4 മെട്രോപൊളിറ്റൻ സിറ്റീസും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആദ്യത്തെ ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് സക്സസ്ഫുൾ ആക്കി. ഇനി രണ്ടാമത്തെ ഫേസിൽ എന്താ നടന്നത്? അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 18 മിൽക്ക് ഷെഡ്സ് എല്ലാവരും കൂടെ ഏകോപിപ്പിക്കപ്പെട്ടു. ഇനി അടുത്ത ലെവലിലേക്ക് പോകണം അല്ലെ. അതാണ് ഫേസ് 2 നടക്കുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് 1981 മുതൽ, മറ്റേത് 1970 മുതൽ 80 വരെ ആയിരുന്നു ഫേസ് 1. ഫേസ് 2 എന്ന് പറയുന്നത് 1981 മുതൽ 85 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ ഇൻക്രീസ്ഡ് ദ മിൽക്ക് ഷെഡ്സ് ഫ്രം 18 to 136. ആദ്യത്തെ ഫേസിൽ 18 ആയിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തി? 136 മിൽക്ക് ഷെഡ്സിനെ ഏകോപിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 290 അർബൻ മാർക്കറ്റ്സ് എക്സ്പാൻഡഡ് ദ ഔട്ട്ലെറ്റ്സ് ഓഫ് മിൽക്ക്. അപ്പം 290 അർബൻ മാർക്കറ്റ്സ് ഈ ഒരു
ഇതിലേക്ക് ഇത് വിപുലീകരിക്കപ്പെട്ടു. ആൻഡ് ഇൻക്രീസ്ഡ് സെവറൽ മില്യൺ ലിറ്റേഴ്സ് എ ഡേ. അത്രയും മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് 1985, അതായത് phase 2 അവസാനിക്കുമ്പോൾ, എ സെൽഫ് സസ്റ്റൈനിങ് സിസ്റ്റം ഓഫ് 43,000 വില്ലേജ് കോർപ്പറേറ്റ്സ് വിത്ത് 42,50,000 മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് വെയർ കവർഡ്. അപ്പൊ എത്രത്തോളം വളർന്നു? വെറും 18 മിൽക്ക് ഷെഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് phase 1 തുടങ്ങിയതെങ്കിൽ phase 2 അത് 18-ൽ നിന്ന് 136 ഏകദേശം 290ഓളം അർബൻ മാർക്കറ്റ്സിലേക്ക് ഇത് വ്യാപിപ്പിക്കപ്പെട്ടു. സെവറൽ മില്യൺസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു phase 2 കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഒരു 43,000ഓളം വില്ലേജ് കോർപ്പറേറ്റ്സ് ഫോം ചെയ്തു. അത്രയധികം തന്നെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായി. ഒരു സെൽഫ് സസ്റ്റൈനിങ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പോൾ ഒരു സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷനുള്ള ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം മിൽക്ക് പ്രൊഡക്ഷൻ കൂടി. ഡൊമസ്റ്റിക് മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഫ്രം 22,000 tons in per project year to 140,000 tons by 1989. അപ്പൊ 1989 എത്തിയപ്പോഴത്തേക്കും എന്താണ്, ഡൊമസ്റ്റിക് മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട, എന്നാലും സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ചിലപ്പം ഇത് കാണുവാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയയിലങ്ങ് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ എന്താണ്, നമ്മുടെ ഡയറീസ് ആ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റ് കൂടി. അങ്ങനെ നമ്മുടെ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റിയും അതുപോലെ വേൾഡ് ബാങ്ക് ലോണും ഒക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഗിഫ്റ്റ്സും ഒക്കെ തന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് റിലയൻസിലേക്ക് നമ്മുടെ എന്താണ് ക്ഷീര കർഷകർക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷനിലുള്ള ഇൻക്രീസ്, ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ്, ഒരുപാട് കോപ്പറേറ്റീവ്സിന്റെ ഫോർമേഷൻ, വില്ലേജ് ലെവലിലുള്ള കോർപ്പറേഷൻ, അതുവഴി ഡൊമസ്റ്റിക് മിൽക്കിന്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് എവിടെ നടന്നത്, phase 2 നടന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ബൈ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻക്രീസ്ഡ് ടു സെവറൽ മില്യൺ ഇയേഴ്സ്. അപ്പോൾ എന്താണ്, സെവറൽ മില്യൺ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈ ഒരു ഡയറക്ട് മാർക്കറ്റിങ്ങിലൂടെ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും സാധിച്ചു. മിഡിൽമെൻ ഇല്ലാതെ ഈ കോപ്പറേറ്റീവ് സിസ്റ്റം വഴി ഇവർക്ക് ഒരു സെൽഫ് റിലയൻസ്, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ ഹാർഡ് വർക്കിനുള്ള ഫലം അവരിലേക്ക് എത്തുന്ന രീതിയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാനും ഇവർക്ക് ഈ ഒരു phase 2 സാധിച്ചു. ഇനി phase 3 എന്ന് പറയുന്നത് 1985 മുതൽ 1996 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓപ്പറേഷൻ ഫ്ലഡ് വളരെ വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആയി മാറിയിരുന്നു. അതായത് 1960-കളിലൊക്കെ ഇന്ത്യ വളരെ ഒരു മിൽക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന മിൽക്കിനെ എന്ത് ചെയ്യണം, എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതുവഴി എങ്ങനെ എക്കോണമി ഇംപ്രൂവ് ചെയ്യണമെന്നറിയാത്ത സാധാരണക്കാരായ വളരെ റൂറൽ ഏരിയയിലുള്ള മനുഷ്യരായിരുന്നു. അവരുടെ ഈ ഒരു ഒന്നിച്ചുള്ള സഹകരണം മൂലവും ഏകോപനം മൂലവും അവർക്ക് എന്താണ്, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നേടിയെടുക്കാൻ, എക്കണോമിക് ഗ്രോത്തും അതുപോലെ എന്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട്, പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരാനും അതുവഴി എന്താണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെ കാരണമാകാനും സാധിച്ചു. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രിയാണ് അല്ലെ. അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും എത്താൻ സഹായിച്ചത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും അത്രയധികം ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, 18 മിൽക്ക് ഷെഡ്സ് ആയിരുന്നു phase 1, പിന്നെ അത് 136 കടന്നു. മിൽക്ക് പ്രൊഡക്ഷൻ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. അതുപോലെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ടായി phase 2. ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, അപ്പൊ മിൽക്ക് പ്രൊഡക്ഷൻ സെറ്റായി. ഇനി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഈ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റിൽസിന്റെ സംരക്ഷണം നോക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബൈ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ, വേറെ മിൽക്കിൽ നിന്ന് വേറെ മിൽക്ക് പ്രോഡക്ട്സ്, ഇപ്പോൾ ബട്ടർ, ചീസ് അങ്ങനത്തെ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ്. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് എന്താണ് കുറച്ചും കൂടി നല്ല ബ്രീഡുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജനറ്റിക്കൽ മോഡിഫൈഡ് ആയിട്ടുള്ള ബ്രീഡുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്താണ് ആർട്ടിഫിഷ്യലി അതിന്റെ മെയിൽ കാറ്റിലിന്റെ സെമൻ യൂസ് ചെയ്തിട്ട് ഫീമെയിൽസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നല്ല നല്ല കാറ്റിൽ ബ്രീഡുകളെ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനത്തെ കുറച്ച് ഹയർ ലെവലിലേക്ക് എന്തുപോയി, ഈ phase 3 എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങൾ പോയി. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യമാണ് വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസ്. നമ്മൾ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ പശുവിനെ വളർത്തുന്നു, പശുവിൽ നിന്ന് പാലെടുക്കുന്നു എന്ന് പോരാതെ ആ പശുവിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. അതായത്
എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാം. ഒന്നാമത് ഈ കന്നുകാലികൾ വളർത്തുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പം അൺഹൈജീനിക് ആണെങ്കിൽ പെട്ടെന്ന് എന്താണ് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്താണ് കന്നുകാലികളുടെ സംരക്ഷണം കൂടെ നമ്മളുടെ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസസും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 3 മുന്നോട്ട് പോയത്. അതുപോലെ ഫീഡ് ആൻഡ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫീഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എത്രത്തോളം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കുന്നു അത്രത്തോളം ക്വാളിറ്റിയുള്ള മിൽക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീഡിന്റെ കാര്യത്തിലും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നോർമലി കാറ്റിൽസ് നാച്ചുറലി ബ്രീഡ് ചെയ്യുന്നതിനേക്കാളും നല്ല ബ്രീഡുകളെ തമ്മിൽ ക്രോസ് ചെയ്യാനും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യാനും അതുവഴി നല്ല പ്രൊഡക്ഷൻ കൂട്ടാനും, അതായത് പാലിന്റെ ഉൽപാദന ശേഷി കൂടുതലുള്ള ബ്രീഡുകളെ വെച്ച് ബ്രീഡ് ചെയ്യാനും, അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വഴി എന്താണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് ഇങ്ങനെ നാച്ചുറലി ഉള്ള പ്രോസസ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസസ്, ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സാധ്യത കുറയ്ക്കാനും നമ്മൾ നല്ല ജനറ്റിക് വേരിയൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അങ്ങനത്തെ പ്രോസസ്സുകളും സർവീസസുകളും ഒക്കെ ഈ ഒരു കോപ്പറേറ്റീവ് മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് ഒരു ഇന്റൻസിഫൈഡ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. അതായത് പുതിയ ക്ഷീര കർഷകർക്ക് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്തിരുന്ന കർഷകർക്ക് പുതിയ എക്യുപ്മെന്റ്സിനെ കുറിച്ച്, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കന്നുകാലികളുടെ ഹൈജീനിക് ആയിട്ട് അവരെ സംരക്ഷിക്കുകയും അവരെ എന്താണ് മറ്റ് പെസ്റ്റുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കണമെന്നും എങ്ങനെ അവരുടെ കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻസ് എടുക്കണമെന്നും അങ്ങനത്തെ അവയർനെസ് കൊടുക്കാനും, അങ്ങനെ ക്ഷീര കർഷകരെ ക്ഷീരോത്പാദനത്തിൽ പാലിന്റെ പ്രൊഡക്ഷൻ മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ അവരെ ബോധവൽക്കരിക്കാനും ഒക്കെ സഹായിച്ചു ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 3 സഹായിച്ചു. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 കൺസോളിഡേറ്റഡ് ഇന്ത്യസ് ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ആഡിംഗ് 30,000 new dairy cooperatives to the 43,000 existing societies organized during phase 2. അപ്പൊ ഫേസ് 2-ൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 43,000 സൊസൈറ്റീസ് ഉണ്ടെന്ന്. അതിലേക്ക് ഒരു 30,000 പുതിയ കോപ്പറേറ്റീവ്സും കൂടെ ആഡ് ചെയ്യാൻ എപ്പോൾ സാധിച്ചു? ഫേസ് 3-ൽ സാധിച്ചു. ആൻഡ് ദിസ് ഗേവ് increased emphasis to the research and development in the animal health and animal nutrition. ആനിമൽ ഹെൽത്തിനും ആനിമൽ ന്യൂട്രീഷനും പ്രയോറിറ്റി കൊടുക്കുന്ന റിസർച്ചുകളും പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവരുന്നതും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോലത്തെ കാര്യങ്ങളും അതുപോലെ വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് കൂടുതലും ഫേസ് 3-ൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഫേസിൽ എന്തായിരുന്നു? 18 മിൽക്ക് ഷെഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനകത്ത് 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ ഒക്കെ അല്ലെ. അപ്പം അങ്ങനെ അവരെ ഏകോപിപ്പിച്ചിട്ടാണ് ആദ്യത്തെ ഫേസ് തുടങ്ങിയത്. അപ്പം നമ്മളെ സഹായിച്ചത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. അവരെന്താണ് സ്കിം മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും ഒക്കെ തന്നാണ് നമ്മളെ സഹായിച്ചത്. സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിക്കുള്ള ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് കാണിച്ചു. അതുപോലെ എന്താണ് കൂടുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നു. 43,000-ഓളം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തു എന്നൊക്കെ നമ്മൾ ഫേസ് 2-ൽ പറഞ്ഞു. മിൽക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിലെത്തി. തേർഡ് ഫേസിലേക്ക് എത്തിയപ്പോൾ മിൽക്ക് പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ കന്നുകാലികളുടെ ആരോഗ്യത്തെയും അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ന്യൂട്രീഷനെയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോലത്തെ പ്രക്രിയകളെയും പുതിയ എക്യുപ്മെന്റ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് കൊടുക്കുകയും ആൾക്കാരെ കൂടുതൽ ഏകോപിപ്പിക്കുകയും അതിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്. എവിടെ? തേർഡ് ഫേസിൽ. അതോടൊപ്പം തന്നെ എന്താണ് 30,000-ഓളം ന്യൂ ഡയറി കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അഡീഷണലി ടു ദ ഫേസ് 2-ൽ ഉണ്ടായിരുന്ന 43,000-ന്റെ കൂടെ 30,000 പുതിയ ഡയറി കോപ്പറേറ്റീവ്സ് കൂടെ ഫോം ചെയ്തു ഈ ഒരു ഫേസ് 3-ൽ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു 3 ഫേസിന്റെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് are the objectives of National Project for Cattle and Buffalo Breeding? അപ്പൊ നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ് NPCBB. ചിലപ്പം ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NPCBB എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ്. കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പ്രോജക്റ്റ് ആണ് NPCBB. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ ഏതൊക്കെയാണ്? ഈ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം.
അറേഞ്ച് ഡെലിവറി ഓഫ് വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ് അറ്റ് ദ ഫാർമേഴ്സ് ഡോർ സ്റ്റെപ്പ്. അപ്പൊ ഫാർമറിന് വേറെങ്ങും പോവാതെ ആ ഒരു കന്നുകാലി പുള്ളി കന്നുകാലി വളർത്തുന്ന സ്ഥലത്തേക്ക് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് അവിടെ തന്നെ ചെന്ന് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി കന്നുകാലികളുടെ ബ്രീഡിങ്ങിനെ സഹായിക്കുന്നു. അങ്ങനത്തെ ഒരു ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് പറയുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ബ്രിങ് ഓൾ ബ്രീഡബിൾ ഫീമെയിൽസ് എമോങ് കാറ്റിൽ ആൻഡ് ബഫലോ അണ്ടർ ഓർഗനൈസ്ഡ് ബ്രീഡിംഗ് ത്രൂ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ നാച്ചുറൽ സർവീസ്. അപ്പൊ നാച്ചുറൽ സർവീസ് വഴിയോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയോ എല്ലാ തരത്തിലുള്ള ഫീമെയിൽ ബ്രീഡുകളെയും ബ്രീഡബിൾ ആയിട്ടുള്ള ഫീമെയിൽസിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ സർവീസ് വഴി അവരുടെ ബ്രീഡിംഗ് നടത്തുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അണ്ടർടേക്ക് ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഫോർ ഇൻഡിജീനസ് കാറ്റിൽ ആൻഡ് ബഫലോസ്. അപ്പൊ ഇൻഡിജീനസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇൻഡിജീനസ് ആയിട്ടുള്ള കാറ്റിൽസിന്റെയും ബഫലോയുടെയും ഒക്കെ ബ്രീഡിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, പുതിയ വെറൈറ്റീസിനെ കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് അണ്ടർടേക്ക് ചെയ്യുക. ഇതാണ് 3 ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 2 only, ഓപ്ഷൻ ഡി ഓൾ ദ എബോ. കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ദ എബോ ആണ്. അപ്പോൾ ഓർക്കുക, NPCBB നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എവിടെയാണോ കന്നുകാലികളുള്ളത് അവിടെ ചെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ ബ്രീഡബിൾ ആയിട്ടുള്ള എല്ലാ ഫീമെയിൽസിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ടെക്നിക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ സർവീസ് വഴി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള വെറൈറ്റീസിന് എന്താണ് ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുക എന്നതൊക്കെ ഈ നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, ഓൾ ദ എബോ ആണ് കറക്റ്റ്. അപ്പൊ ഇതിൽ നിന്ന് ഈ NPCBB എന്താണെന്നും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചേക്കുക. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെങ്കിലും ഈ ഒരു NPCBB കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കുറച്ചും കൂടെ നോക്കാം. അപ്പം ഇതോടുകൂടി നമുക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദ നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ് അഥവാ NPCBB എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഇനിഷ്യേറ്റീവ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ October 2000. അപ്പോൾ October 2000 ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ് എന്ന് പറയുന്നത്, അതായത് NPCBB. ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം ഈ NPCBB സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദ്യം വരാം. അതുകൊണ്ടാണ് നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിംഗ്, അത് ഓർത്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ജനറ്റിക് ക്വാളിറ്റി ഓഫ് കാറ്റിൽ ആൻഡ് ബഫലോസ് ഓവർ എ 10-year പീരീഡ്. അപ്പം October 2000 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 വർഷത്തിനുള്ളിൽ ഈ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന ഇൻഡിജീനസ് വെറൈറ്റീസ് ആയിരിക്കുമല്ലോ സാധാരണ കർഷകർ, അപ്പൊ അതിൽ നിന്ന് മാറി കുറച്ച് ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, നല്ല നല്ല ബ്രീഡുകളെ ക്രോസ് ബ്രീഡ് ചെയ്യുക, അങ്ങനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ തുടങ്ങിയത്. ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഹാൻസിങ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ് എൻഹാൻസ് ചെയ്യുകയും കർഷകർക്ക് അവരുടെ ഒരു കാറ്റൽ ഫീൽഡിൽ തന്നെ ചെന്നിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ആനിമൽസിനെ ബ്രീഡ് ചെയ്യാൻ ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രഥമമായ ലക്ഷ്യം. രണ്ടാമത്തത് ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർടേക്കിംഗ് ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് ഫോർ ഇൻഡിജീനസ് കാറ്റിൽസ് ആൻഡ് ബഫലോ ബ്രീഡ്സ് ടു എൻഹാൻസ് ദ ജനറ്റിക് ക്വാളിറ്റി ആൻഡ് അവൈലബിലിറ്റി. ജനറ്റിക് ക്വാളിറ്റിയും അവൈലബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ചിലതിന് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാകാം, മറ്റ് അതായത് ഇപ്പോൾ നോർമൽ ബ്രീഡിങ് നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളും എന്തെങ്കിലും ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസും ഒക്കെ തടയാനും ഒക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി സാധിക്കും. അതോടൊപ്പം തന്നെ ജനറ്റിക് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് ഇവരുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതായത് റൂറൽ യൂത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കാരണം പണ്ട് കാലത്തൊക്കെ എന്താണ് നോർമലി ഉള്ള ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണുള്ളത്. അപ്പം റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി നമുക്ക് ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നല്ല ബ്രീഡുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വഴി മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും എന്നുള്ള അവയർനെസ് അവിടുത്തെ റൂറൽ യൂത്തിനും അതുപോലെ വർഷങ്ങളായിട്ട് ക്ഷീര കർഷകർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്സിനെ കുറിച്ചൊരു നോളജ് ഉണ്ടാക്കുകയും പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ക്വാളിറ്റി ബുൾസ് വിത്ത് ഹൈ ജനറ്റിക് മെറിറ്റ്. അപ്പം ഹൈ ജനറ്റിക് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനറ്റിക്
ക്യാരക്ടറിസ്റ്റിക്സ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ബുൾസിനെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വിത്ത് കാള എന്നൊക്കെ പറയില്ലേ, അപ്പോൾ കാളകളെ ഉപയോഗിച്ചുകൊണ്ട് ഇൻസെമിനേറ്റ് ചെയ്തിട്ട് എന്താണ് നല്ല ബ്രീഡുകളെ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെയാണ് എന്താണ് നമ്മുടെ നാഷണൽ പ്രോജക്ട് ഫോർ കാറ്റിൽ ആൻഡ് ബഫല്ലോ ബ്രീഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എൻഹാൻസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ്, ജനറ്റിക് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഫോർ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പം ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു വിഡ്രോ മിൽക്ക് ഫീഡിംഗ് ഓഫ് കാഫ്സ് അറ്റ്. അപ്പം നമ്മൾ എന്താണ് പശുക്കിടാവിന് പാല് എടുക്കാനുള്ള ഒരു സൗകര്യം അത് അവർ എത്ര സമയത്തിനുള്ളിൽ നിർത്തണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് വിഡ്രോവൽ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1.5 to 2 months, ഓപ്ഷൻ ബി 2.5 to 3 months, ഓപ്ഷൻ സി 3.5 to 4 months, ഓപ്ഷൻ ഡി 4.5 to 5 months. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2.5 to 3 months. 2.5 to 3 monthsനുള്ളിൽ കാഫ്സ് ഈ പശുവിന്റെ പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് എന്നാലേ നമുക്ക് കർഷകർക്ക് മിൽക്ക് നല്ല രീതിക്ക് എടുക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പം ആ ഒരു 2.5 to 3 monthsനുള്ളിൽ ആ ഒരു വിഡ്രോവൽ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ അബൌട്ട് ദ ഡയറി കാറ്റിൽ ഹൗസിംഗ്. അപ്പൊ ഡയറി കാറ്റിൽ ഹൗസിങ്ങിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റെന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതിന്റെ ഫ്ലോറിംഗ് എങ്ങനെ വേണം, അതിന്റെ വാൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, കാറ്റിൽസിന് വളരാനുള്ള അതിന്റെ ഹൗസിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു പോയാൽ ചിലപ്പം ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ, മാത്രമല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. The floor may be given a slope of 1/85 depending upon the type of flooring. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ലെങ്ത് ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ സ്റ്റാൻഡിംഗ് സ്പേസ് ഇസ് കെപ്റ്റ് വേരിയബിൾ ഫ്രം 1.5 to 1.7 meter and 1 to 1.2 meter per animal respectively. All edges in rectangular fixtures have to be rounded and finished smooth as far as possible. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ എ വന്നിരിക്കുന്നത് 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 2 only, ഓപ്ഷൻ ഡി all the above. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ എന്നാണ്, ശരിയല്ലാത്തത് ഏതെന്നാണ്. അതിനകത്ത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ഇതാണ് തെറ്റ്. ബാക്കി രണ്ടും ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം പറയാം. എന്നാലും ഓർത്തിരിക്കുക, ആ ഒരു കാറ്റിൽസിന്റെ സ്റ്റാൻഡിങ് സ്പേസ് ഉണ്ടല്ലോ, ഓരോ കാറ്റിലും ഇത്ര സ്റ്റാൻഡിങ് സ്പേസ് ഉണ്ടാവും. അത് ഒരു 1.5 to 1.7 meter ഉണ്ടായിരിക്കണം. അതുപോലെ 1 to 1.2 meter പെർ ആനിമലിന് കിട്ടിയിരിക്കണം. ആ ഒരു സ്റ്റാൻഡിങ് സ്പേസിന്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് പറഞ്ഞത്. അപ്പൊ ലെങ്ത് എന്താണ് 1.5 to 1.7ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 to 1.2 meterഉം ആയിരിക്കണം പെർ ആനിമലാണ്. ഒരു ആനിമലിന് സുഖമായിട്ട് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ കാറ്റിൽ ഫീൽഡ് ആണെങ്കിൽ അതിനകത്ത് ഒരു കാറ്റിൽ ഷെൽട്ടർ ആണെങ്കിൽ അതിനകത്ത് പെർ ആനിമലിന് നിൽക്കാനുള്ള സ്ഥലത്തിന്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 to 1.7 ലെങ്ത്തും 1 to 1.2 വിഡ്ത്തും പെർ ആനിമൽ ആണ്, പെർ ആനിമൽ. അതുപോലെ തന്നെ ഓൾ എഡ്ജസ് ഇൻ റെക്ടാങ്കുലർ ഫിക്ചേഴ്സ് ഹാസ് ടു ബി റൗണ്ടഡ് ആൻഡ് ഫിനിഷ്ഡ് സ്മൂത്ത്. അപ്പൊ റൗണ്ടഡും ഫിനിഷ്ഡ് സ്മൂത്തും ആയിരിക്കണം ആസ് ഫാർ ആസ് പോസിബിൾ. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അടുത്ത ചോദ്യം, ഡാഷ് ഗ്രാസ് ഈസ് ഫോംഡ് ബൈ ദ ക്രോസ് ബിറ്റ്വീൻ എലിഫന്റ് ഗ്രാസ് ആൻഡ് ബജ്ര. എലിഫന്റ് ഗ്രാസും ബജ്രയും കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എന്ത് ഗ്രാസ് ആയിരിക്കും ഫോം ചെയ്യാന്ന് പറയുന്നത്? അപ്പൊ ബജ്ര മില്ലറ്റ് ആണെന്നറിയാം അല്ലെ. അപ്പൊ ബജ്രയും ഈ എലിഫന്റ് ഗ്രാസും കൂടെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ഗ്രാസ് ആണ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ ക്വിനി, ഓപ്ഷൻ ബി സിഗ്നൽ, ഓപ്ഷൻ സി ഹൈബ്രിഡ് നെയ്പ്പർ, ഓപ്ഷൻ ഡി മൾട്ടിക്കട്ട് ബജ്ര. കറക്റ്റ് ആൻസർ വരുന്നത് ഹൈബ്രിഡ് നെയ്പ്പർ ആണ്. ഈ എലിഫന്റ് ഗ്രാസിന്റെ മറ്റൊരു പേരാണ് നെയ്പ്പർ. ഇതറിയാമെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കുത്താൻ പറ്റും. അപ്പോ ഈ ഹൈബ്രിഡ് നെയ്പ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെയ്പ്പർ ഗ്രാസ് എന്താണ്? ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫോഡറാണ്. അതായത് നമ്മൾ പാലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, കന്നുകാലികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് കൂടി പഠിക്കണം അല്ലെ. അപ്പോൾ എന്താണ്, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രാസ് വെറൈറ്റി ആണ് ഈ ഒരു ഹൈബ്രിഡ് നെയ്പ്പർ എന്ന് പറയുന്നത്. ഇതൊരു പെരനിയൽ ഗ്രാസ് വെറൈറ്റി ആണ്.
അപ്പം നല്ല രീതിക്ക് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടും നമ്മുടെ കന്നുകാലികൾക്ക് നല്ല പാല് ഉൽപാദനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഈ ഒരു ഗ്രാസിനെ യൂസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനത്തെ ഫോഡറിന്റെ പ്രൊഡക്ഷനും നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫുഡ് ആൻഡ് ഫോഡർ എന്ന് പറയുന്നത് കാറ്റഗറി പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ക്രോസ് ബ്രീഡ് ഗ്രാസ് വെറൈറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇത് കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സാനിറ്റൈസിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ഡയറിയിങ്? ഡയറിയിങ്ങിൽ ഉപയോഗിക്കാത്ത സാനിറ്റൈസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബോയിലിംഗ് വാട്ടർ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ്, ഓപ്ഷൻ ഡി ഡിറ്റർജൻസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഡിറ്റർജൻസ് ആണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ഡയറി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഡയറി ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ക്ലീനിങ് ഏജൻസിനെ കുറിച്ചാണ്. നമ്മൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പഠിക്കും. മിൽക്ക് എങ്ങനെ ഹൈജീനിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അതിൻ്റെ ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യാം, അത് മിൽക്ക് പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എങ്ങനെ ക്ലീൻ ചെയ്യാം, എന്തുപയോഗിക്കാം, എന്തുപയോഗിച്ചുകൂടാ, എന്തൊക്കെ കെമിക്കൽസ് ഡേഞ്ചറസ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എവിടെയൊക്കെ സ്റ്റെറിലൈസേഷൻ ആപ്ലിക്കബിൾ ആണ്, എന്തിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ, എക്യുപ്മെന്റ്സിനെ എങ്ങനെ നമുക്ക് കൊറോഷൻ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷനിൽ പഠിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇന്ന ആൾക്കാർ ഇന്ന പർപ്പസ് ചെയ്യുന്നു, ഇന്ന കെമിക്കൽസ് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണേ. അപ്പൊ നോക്കിയേ, ആദ്യത്തത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആൻഡ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് എന്തറിയാം, ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസേഴ്സ് ആണ് അല്ലെ. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ഡയറി പ്രോസസ്സിംഗ്. ഡയറി പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്ന ക്ലോറിൻ ബേസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസേഴ്സ് ആണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റും കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റും. അപ്പൊ ഈ കെമിക്കൽസ് എന്താ ചെയ്യുന്നത്? ദേ വർക്ക് ബൈ റിലീസിങ് ഫ്രീ ക്ലോറിൻ. അവരെന്ത് ചെയ്യും? ദേ work by releasing free chlorine which penetrates into the bacterial cell and disrupts the സെൽ പ്രോസസ്സേഴ്സ്. അപ്പം ഒരു ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടെന്ന് വെക്കുക. അവിടെ ഈ സോഡിയം ഹൈപ്പോക്ലോറൈറ്റും കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റും എങ്ങനെ ആക്ട് ചെയ്യാം? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരാം. ഇവര് ക്ലോറിൻ ബേസ്ഡ് സാനിറ്റൈസേഴ്സ് ആണ്. അപ്പൊ ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ഫ്രീ ക്ലോറിനെ റിലീസ് ചെയ്യും. ഈ ഫ്രീ ക്ലോറിന്റെ പ്രസൻസിൽ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഈ ഫ്രീ ക്ലോറിൻ പെനിട്രേറ്റ് ചെയ്യുകയും ആ ബാക്ടീരിയൽ സെൽ വാളിനെ ബ്രേക്ക് ചെയ്ത് അതിനുള്ളിൽ ചെന്നിട്ട് അതിന്റെ സെല്ലുലാർ പ്രോസസ്സുകളെ ഡിസ്റപ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അതിന്റെ സെല്ലുലാർ പ്രോസസ്സ്, ഇപ്പൊ റെസ്പിറേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കാതെ വരുമ്പോൾ ബാക്ടീരിയ ചത്തുപോകും അല്ലെ. അപ്പൊ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അങ്ങനെയാണ്. ഈ ഫ്രീ ക്ലോറിന്റെ ആക്ടിവിറ്റി കാരണമാണ് നമുക്ക് അവിടെ ഒരു സ്റ്റെറിലൈസ്ഡ് എഫക്ട് കിട്ടുന്നത്. അപ്പം സോഡിയം ഹൈപ്പോക്ലോറൈറ്റും അതുപോലെ തന്നെ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റും. ഇനി രണ്ടാമത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന് മറ്റൊരു പേര് കോസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ they stand as the most widely used alkaline cleaner. Alkaline cleaner നമ്മുടെ ഡയറി ഫെസിലിറ്റീസിൽ യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലൈൻ ക്ലീനർ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്, NaOH, കോസ്റ്റിക് സോഡ. അതെന്താ ചെയ്യുന്നത്? ഹൈലി എഫക്റ്റീവ് ഏജന്റ് വർക്ക്സ് ബൈ സാപ്പോണിഫൈയിങ് ഫാറ്റ്സ്. ഫാറ്റ്സിനെ സാപ്പോണിഫൈ ചെയ്യുന്നു. അതായത് പാല് പ്രോസസ്സ് ചെയ്യുമ്പോഴും ഒക്കെ പാലിനകത്ത് എന്തുണ്ട്? ഫാറ്റ് ഉണ്ടല്ലേ. അപ്പൊ ആ ഫാറ്റിനെ എന്ത് ചെയ്യുന്നു? സാപ്പോണിഫൈ ചെയ്യുന്നു. സാപ്പോണിഫൈ ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണ്? അപ്പൊ അതിനെ നമുക്ക് ഈസിലി ഒരു സോപ്പ് ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഈസിലി വാഷ് ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫാറ്റ് ആണെങ്കിൽ ഒരു മെഴുക്ക്, ആ ഒരു എണ്ണമയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ സാപ്പോണിഫൈ ചെയ്യുന്നത് വഴി സോപ്പ് കഴുകി കളയുന്ന ലാഘവത്തോടെ നമുക്ക് അങ്ങനത്തെ ആ ഒരു ഫാറ്റിന്റെ കണ്ടാമിനേഷൻസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നോക്കിക്കേ, that easily wash away and it also breaks down protein structures ne break down ചെയ്യുകയും make them soluble and removable. അപ്പോൾ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാക്കുകയും അതിനെ സോളിബിൾ ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ NaOH അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ. ഇതൊരു ആൽക്കലൈൻ ക്ലീനർ ആണ്. സാപ്പോണിഫൈ ചെയ്യും, ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കൂ, നൈട്രിക് ആസിഡ്. Nitric acid dissolves calcium carbonate, calcium phosphate and other mineral scales that are commonly formed on the
ഹീറ്റ് എക്സ്ചേഞ്ച് സർഫസസ് ആൻഡ് പ്രോസസ്സിംഗ് എക്യുപ്മെന്റ്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന സർഫസുകളിലും ഈ മിൽക്കിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പുറത്തുമൊക്കെ എന്തുണ്ടാകാം? ഈ കാൽഷ്യം കാർബണേറ്റിന്റെ അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ അല്ലെങ്കിൽ മറ്റ് മിനറൽ ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ മിനറൽ സ്കെയിൽസിങ്ങിനെ പറ്റി പിടിച്ച് ആ ഇതുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കാം? നൈട്രിക് ആസിഡ് ഉപയോഗിക്കാം. എന്ത് കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കാം? 1 to 2% എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഏതോ ഒരു എക്സാമിന് ഞാൻ കണ്ടു ഒരു 0.80% എന്നൊക്കെ. അപ്പം ഏകദേശം ഒരു 2% താഴെ, കാരണം നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് അല്ലെ. അപ്പം ആ ഒരു ലെവലിൽ വളരെ മിനിമൽ ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ മറ്റ് മിനറൽ സ്കെയിൽസിനെയൊക്കെ എക്യുപ്മെന്റ്സിന്റെ പുറത്തുനിന്ന് റിമൂവ് ചെയ്യാനും ഹീറ്റ് എക്സ്ചേഞ്ച് സർഫസിന്റെ ഒക്കെ പുറത്ത് ഇതിന്റെ ഡിപ്പോസിഷൻസ് ആണ്, ഇതൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ എന്തുപയോഗിക്കാം? നൈട്രിക് ആസിഡ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ടിപ്പിക്കലി യൂസ്ഡ് ഇൻ കോൺസെൻട്രേഷൻസ് ഓഫ് 1 to 2% ആൻഡ് പ്രൊവൈഡ് റാപ്പിഡ് ആൻഡ് കംപ്ലീറ്റ് മിനറൽ റിമൂവൽ. അപ്പം മിനറൽ ഡിപ്പോസിഷൻസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സിനെ സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? നൈട്രിക് ആസിഡ് സഹായിക്കുന്നു. അടുത്തത് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഓഫേഴ്സ് എഫക്റ്റീവ് മിനറൽ റിമൂവൽ. ഫോസ്ഫോറിക് ആസിഡും എഫക്റ്റീവ് മിനറൽ റിമൂവലിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഹെൽപ്സ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസസിന് തുരുമ്പിക്കുന്നത്, കൊറോഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും പ്രധാനമായിട്ടും എന്താണ് ഡയറി എക്യുപ്മെന്റ്സിലൊക്കെ ഉണ്ടാകുന്ന കൊറോഷനെ പ്രിവെന്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു? ഫോസ്ഫോറിക് ആസിഡ്. മിനറൽ റിമൂവലിനും കൊറോഷൻ തടയാനും വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ഫോസ്ഫോറിക് ആസിഡ് സഹായിക്കുന്നു. അടുത്തത് നോക്കൂ, HTLT. പാസ്ചറൈസേഷൻ ഈസ് ഡൺ അറ്റ്. അപ്പോൾ പാസ്ചറൈസേഷൻ എന്താണെന്നും പാസ്ചറൈസേഷൻ പലതരത്തിലുണ്ടെന്നും ഒക്കെ നമ്മൾ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് LT പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഏത് ടൈമിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. LT എന്നാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ. അപ്പൊ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ, 72 degrees Celsius for 15 seconds. ഓപ്ഷൻ ബി 63 degrees Celsius for 15 seconds. ഓപ്ഷൻ സി 72 degrees Celsius for 30 minutes. ഓപ്ഷൻ ഡി 63 degrees Celsius for 30 minutes. അപ്പൊ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ലോ ടെമ്പറേച്ചർ ലോങ് ടൈം അല്ലേ. അപ്പം ലോ ടെമ്പറേച്ചർ ആണ്, അപ്പൊ 63 ആയിരിക്കും അല്ലെ, 63 ആയിരിക്കും. ഇനി ലോങ് ടൈം, കൂടുതൽ സമയം, ഇവിടെ രണ്ടിടത്തും 15 seconds ആണ്, ലോങ് ടൈം അല്ല. ഇവിടെ എന്താണ് 30 minutes, അത്യാവശ്യം ലോങ് ടൈം ആണല്ലേ. നമുക്കിനി ഉത്തരം അറിയില്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു നമ്മൾ ചിന്തിക്കേണ്ട വഴിയാണ് പറയുന്നത്. അപ്പൊ എന്താണ് 30 minutes ആയിരിക്കും. അപ്പം 63 degrees Celsius ലോ ടെമ്പറേച്ചർ ആണ്, ലോങ് ടൈം ആണ്. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം 63 degrees Celsius ഫോർ 30 seconds ആണ്, 30 minutes. ഓക്കെ. അപ്പോൾ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ നമ്മൾ പലതരത്തിലുള്ള പാസ്ചറൈസേഷൻ ഉണ്ട്. ഫ്ലാഷ് പാസ്ചറൈസേഷൻ, എന്താണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ, അങ്ങനെ കുറേ പാസ്ചറൈസേഷൻ നമ്മൾ പഠിക്കും. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുമുണ്ട്. അത്രയധികം ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പം ഈ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ 63 degrees Celsius ആണ്, 30 minutes ആണ്, ലോങ് ടൈം ആണ്. ലോങ് ടൈം അവിടെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. 63 degrees Celsius 30 minutes ആണ്. ലോങ് ടൈം എന്ന് പറയുമ്പോൾ 30 minutes ആണ്. ലോങ് ടൈം 30 minutes ആണ്. അതുപോലെ ഷോർട്ട് എന്താണ് വളരെ ലോ ടെമ്പറേച്ചർ ആണ്, സാധാരണ 72 ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ 63 degrees Celsius ആണ്. 63 degrees Celsius ആണ്, 30 minutes ആണ്. അതാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ദ പ്രൊലോങ്ഡ് ഹോൾഡിംഗ് പീരീഡ് അൾട്ടേഴ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ മിൽക്ക് പ്രോട്ടീൻ. മിൽക്ക് പ്രോട്ടീനിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരുപാട് നേരം, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം വെക്കുമ്പോഴത്തേക്കും ആ ഒരു ഹോൾഡിംഗ് ടൈം, പ്രൊലോങ്ഡ് ഹോൾഡിംഗ് ടൈം ആണല്ലേ, 30 minutesോളം ഉണ്ട്. അപ്പോഴത്തേക്കും ഈ പ്രോട്ടീനിന്റെ സ്ട്രക്ചറിന് എന്ത് സംഭവിക്കും? അൾട്രേഷൻ സംഭവിക്കും. ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ഫോർ മേക്കിംഗ് യോഗോട്ട്. യോഗോട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത്
യോഗട്ടിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ എന്താണ് ഈ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ പാസ്ചറൈസേഷൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സിൽ എന്താണ് അത്രയും ഒരു 63 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒരു 30 മിനിറ്റോളം കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറൊക്കെ ഡീനേച്ചറായി മാറ്റം സംഭവിക്കുന്നു. ദിസ് മെത്തേഡ് ഇസ് ബെസ്റ്റ് ഫോർ ബാച്ച് പാസ്ചറൈസേഷൻ. ബാച്ച് പാസ്ചറൈസേഷൻ ആണ് ഇത് ബെസ്റ്റ് വെർ മിൽക്ക് ഈസ് ഹെൽഡ് അറ്റ് ജാക്കറ്റഡ് ബാറ്റർ. ഒരു ജാക്കറ്റഡ് ബാറ്റർ ഒരു വെസല് അത് ജാക്കറ്റഡ് ആയിട്ട് നല്ല ആ ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനുള്ളിൽ ഒരു ലോങ് ടേമിൽ അതായത് 30 മിനിറ്റ്സോളം വെക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള പാസ്ചറൈസേഷൻ നടക്കും. ബാച്ച് പാസ്ചറൈസേഷന് പറ്റിയ ഒരു മെത്തേഡാണിത്. There are many designs of batch pasteurizations in the market that are suitable for both domestic and commercial purposes. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള പല ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ 63 ഡിഗ്രി സെൽഷ്യസ് ആണ്, 30 മിനിറ്റ്സ് ആണ്. പലതരത്തിലുള്ള പാസ്ചറൈസേഷൻ ഉണ്ട്. ഓരോന്നും നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ അടുത്ത ചോദ്യം നോക്കാം. The pricing of milk in dairy cooperatives in India is based on. അപ്പോൾ നമ്മൾ മിൽക്കിന് പല വിലയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ 28 രൂപയ്ക്ക് വാങ്ങുന്ന പാലുണ്ടാവും, 30 വാങ്ങുന്ന പാലുണ്ടാവും, 32 വാങ്ങുന്ന പാലുണ്ടാവും അല്ലേ. റേറ്റ് വ്യത്യാസം നമ്മളിപ്പോൾ കടയിൽ പോയി പാല് വാങ്ങുമ്പോൾ അറിയാം. അപ്പം അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള പാലിന് പല വില ഇട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്വാണ്ടിറ്റി വെയിറ്റ് ഓഫ് ദ മിൽക്ക് ഒള്ളി. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിനെ തീർച്ചയായിട്ടും ആണ്. ഇപ്പോൾ 1 ലിറ്റർ പാല് അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ പാലിൻ്റെ വില വ്യത്യാസമുണ്ട്. പക്ഷെ അതല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നമ്മളിപ്പം ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ഓഫ് മിൽക്ക് വാങ്ങില്ലേ. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി വരുന്നത് ഫാറ്റ് കണ്ടന്റ് മാത്രമാണോ? ഓപ്ഷൻ സി വരുന്നത് ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ്. ഓപ്ഷൻ ഡി ഫാറ്റ്, SNF ആൻഡ് മൈക്രോബിയൽ കൗണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് ആണ്. അതായത് ഫാറ്റിൻ്റെയും SNF അഥവാ സോളിഡ് നോട്ട് ഫാറ്റ്, ഫാറ്റ് അല്ലാത്ത ബാക്കി പാലിൽ അടങ്ങിയിട്ടുള്ള സോളിഡ്സ്, അതാണ് സോളിഡ് നോട്ട് ഫാറ്റ്. അപ്പോൾ ഈ ഫാറ്റ് കണ്ടന്റും സോളിഡ് നോട്ട് ഫാറ്റും ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്താണ് പ്രൈസ് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമ്മുടെ ഓരോ തരത്തിലുള്ള പാലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് SNF കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പാലിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ എന്താണ് പാലിൻ്റെ കോമ്പോസിഷൻ എത്രത്തോളം വാട്ടർ ഉണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, ഏതൊക്കെ പ്രോട്ടീൻസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ഏതൊക്കെ ഫാറ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ, മിനറൽസ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോണം. അതുപോലെ എന്താണ് ഇതുപോലെ ഫാറ്റ് കണ്ടന്റ് എത്രയാണ്, ഓരോ കൈൻഡ് ഓഫ് ഇപ്പോൾ ടോൺഡ് മിൽക്കിൽ എത്രയാണ്, ഡബിൾ ടോൺഡ് മിൽക്കിൽ എത്രയാണ്, SNF വാല്യൂ എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇനി അടുത്തത് നോക്കൂ. ദ മിനിമം ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് ഓഫ് ടോൺഡ് മിൽക്ക് ആസ് പെർ FSSA ആക്ട്. അപ്പം FSSA സ്റ്റാൻഡേർഡ്സ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം നമ്മുടെ പാലിൻ്റെ ടോൺഡ് മിൽക്കിന് അടങ്ങിയിരിക്കേണ്ട മിനിമം ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3 and 8.5, ഓപ്ഷൻ ബി 1.5 and 9, സി 3 and 9, ഡി 3.2 and 8.5. അപ്പം മിനിമം ഫാറ്റ് കണ്ടന്റും അതുപോലെ മിനിമം SNF കണ്ടന്റുമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് 3 and 8.5 ആണ്. 3 and 8.5 ആണ്. ഇനി ഞാനിപ്പോൾ പറഞ്ഞു ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിം മിൽക്ക്, ഹോൾ മിൽക്ക്, അങ്ങനെ പലതും ഉണ്ടെന്ന്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടെ, ഒരു ടേബിൾ ആയിട്ടൊക്കെ തരാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. എന്നാലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഫാറ്റിൻ്റെ കണ്ടന്റ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അതായത് ഫാറ്റ് റിമൂവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫാറ്റിൻ്റെ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ വാല്യൂസ് മാറുന്നത്. അപ്പോൾ ടോൺഡ് മിൽക്ക് ഇവർ ചോദിച്ചേക്കുന്നത് ടോൺഡ് മിൽക്കാണ് അല്ലേ. അപ്പോൾ ടോൺഡ് മിൽക്കിൻ്റെ മിനിമം ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഞാനിപ്പോൾ അത് മാത്രമാണ് പറയുന്നത്. ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് കണ്ടന്റ് ഏകദേശം 3 ആയിരിക്കണം ഫാറ്റ്. ഇനി ഡബിൾ ടോൺഡ്, അതായത് നമ്മുടെ പാലിനകത്ത് ഫാറ്റ് ഉണ്ടാകും, പ്രോട്ടീൻ ഉണ്ടാകും, മറ്റ് മിനറൽസ് ഉണ്ടാകും, വെള്ളം ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് ബാക്കി കമ്പോണൻസ് ഒക്കെ സെയിം ആയിരിക്കും, ബാക്കി ന്യൂട്രീഷ്യസ് വാല്യൂ സെയിം ആയിരിക്കും. പക്ഷേ ആ പാലിൽ, അതായത് നമ്മൾ കറന്നെടുക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഹോൾ മിൽക്കിൽ നിന്ന് ഫാറ്റിൻ്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് ഏകദേശം 3
3 ഇതിലേക്ക് എത്തിക്കുന്നു, കണ്ടന്റ് 3യിലേക്ക് എത്തിക്കുന്നു. അപ്പം അതിനെയാണ് ഫാറ്റ് കണ്ടന്റ് 3യിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിനെന്താണ് ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. ടോൺഡ് മിൽക്കിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇനി ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയും. ഡബിൾ ടോൺഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫാറ്റ് കണ്ടന്റ് കുറയ്ക്കുക. ഡബിൾ ടോൺഡ് മിൽക്കിൽ ഏകദേശം എത്രയാണ് 1.5 ആയിരിക്കും ഫാറ്റ് കണ്ടന്റ് ഉണ്ടാവുക. ഇനി നമ്മൾ പറയുന്നു സ്കിം മിൽക്ക്. സ്കിം മിൽക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഫാറ്റ് ആണ്. അപ്പൊ ഫാറ്റിനെ ഏകദേശം നല്ല രീതിക്ക് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ 0.3% ഒക്കെ വരുള്ളൂ ഫാറ്റ് കണ്ടന്റ്. അപ്പം അതാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം ഹോൾ മിൽക്കിന്റെ അതേ ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ അതിനകത്ത് ഫാറ്റ് കണ്ടന്റിനെ റിഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക് അല്ലെങ്കിൽ എന്താണ് സ്കിം മിൽക്ക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ SNF വാല്യൂസും മാറും. ഇപ്പം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് ഇങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒരു ടേബിൾ ഞാൻ തരുന്നതാണ്. അപ്പോൾ ആ ടേബിളിനകത്ത് നമ്മൾ എല്ലാത്തിൻ്റെയും എന്താണ് ഫാറ്റ് വാല്യൂ എത്രയായിരിക്കും അല്ലെങ്കിൽ SNF കണ്ടന്റ് എത്രയായിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദ ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിന്റെ ഹീറ്റ് സ്റ്റെബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഇക്കൂട്ടത്തിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MBRT ടെസ്റ്റ്, ലാക്ടോമീറ്റർ റീഡിങ്, ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. അപ്പോൾ നമുക്കറിയാം ലാക്ടോമീറ്റർ റീഡിംഗ് അല്ല, കാരണം നമ്മൾ എന്താണ് മിൽക്കിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഹീറ്റ് സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് എന്തിനാണ്? ഹീറ്റ് സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ മിൽക്കിനെ ബോയിൽ ചെയ്തു എന്ന് വെക്കാം. ഒരു മിൽക്കിനെ ബോയിൽ ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ അവിടെ കൊയാഗുലേഷൻ ഉണ്ടാകുവാണ്, അല്ലെങ്കിൽ എന്താണ് ക്ലോട്ടിങ്, ഒരു ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ മിൽക്കിൽ ആസിഡ് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. കുടിക്കാൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അതിൽ ആസിഡ് കണ്ടന്റ് കൂടുതലാണ്. അപ്പം അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്. ബോയിലിംഗ് ചെയ്യുമ്പോൾ ക്ലോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഉണ്ടെങ്കിൽ അസിഡിക് കണ്ടന്റ് കൂടുതലാണെന്നാണ് അർത്ഥം. അതുപോലെ ഹീറ്റ് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് എന്ത്? ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ കുറേ ടെസ്റ്റുകളുണ്ട് നമ്മുടെ എന്താണ് ഈ ഒരു മിൽക്കിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്രോബിയൽ കൗണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനത്തെ ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം അതെല്ലാം ഒരു ടേബിൾ ആക്കി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഫെർമെന്റേഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ് ഓർ ദഹി? അപ്പൊ കേർഡ് അല്ലെങ്കിൽ ദഹിയുടെ പ്രൊഡക്ഷൻ്റെ ടൈമിലുള്ള ഫെർമെന്റേഷൻ ഇൻവോൾവ് ആവാത്ത ആളാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്ടോബാസില്ലസ് കേസി, ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, എസ്കറിഷ്യ കോളൈ. കറക്റ്റ് ആൻസർ വരുന്നത് എസ്കറിഷ്യ കോളൈ അല്ലെങ്കിൽ ഈക്കോളയാണ്. ഈക്കോളൈ എവിടെയാണ്? നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഈക്കോളൈ എന്ന് പറയുന്നത്. അതിൽ ഫെർമെന്റേഷൻ എന്താണ് നമ്മുടെ കേർഡ് അല്ലെങ്കിൽ ദഹി പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഒന്നുമല്ല. എല്ലായിടത്തും കാണുന്ന, എല്ലാ വെള്ളത്തിലും കാണുന്ന എന്താണ് കുറച്ചൊക്കെ അപകടകാരിയായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ഈക്കോളൈ അല്ലെങ്കിൽ എസ്കറിഷ്യ കോളൈ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ബൾഗാരിക്കസും നമ്മൾ പഠിച്ചു അല്ലെ. ഒരു മിക്സ്ഡ് കൾച്ചറായിട്ട് യോഗർട്ട് പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത് ഓർത്തിരിക്കണേ, അവർ രണ്ടുപേരും ഓർത്തിരിക്കണേ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ ഇൻ ഡയറി ക്വാളിറ്റി കൺട്രോൾ? അപ്പൊ ഡയറി ക്വാളിറ്റി കൺട്രോളിൽ ഹൈഡ്രോമീറ്ററിന്റെ റോൾ എന്താണ്? ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കത്തൂല. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ്? ലാക്ടോമീറ്റർ ആണ്. ഓക്കെ, ലാക്ടോമീറ്റർ ആണ് ഇവർ ഉദ്ദേശിച്ചത്. ഓപ്ഷൻ എ മെഷറിംഗ് pH, ഓപ്ഷൻ ബി ഡിറ്റർമൈനിങ് മൈക്രോബിയൽ കൗണ്ട്, ഓപ്ഷൻ സി അസസിങ് മിൽക്ക് സോളിഡ് നോട്ട് ഫാറ്റ്, അതായത് SNF കണ്ടന്റ്, ഓപ്ഷൻ ഡി ടെസ്റ്റിംഗ് ഫോർ ആന്റിബയോട്ടിക്സ്. കറക്റ്റ് ആൻസർ വരുന്നത് അസസിങ് SNF കണ്ടന്റ്. SNF കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ് എന്താണ് ഈ ഒരു ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ലാക്ടോമീറ്റർ എന്ന് നോക്കാം. ലാക്ടോമീറ്റർ ഒരു മിൽക്ക് ഹൈഡ്രോമീറ്റർ എന്നാണ്
മിൽക്ക് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മുടെ ലാക്ടോമീറ്ററിനെയാണ്. അപ്പോൾ ഈ ലാക്ടോമീറ്റർ ആണ് ഇവരെന്ത് ഹൈഡ്രോമീറ്റർ എന്ന് ഉദ്ദേശിച്ചത്. കാരണം മിൽക്ക് ഹൈഡ്രോമീറ്റർ എന്ന് ചിലപ്പോൾ എന്തിനെ പറയാറുണ്ട്? ലാക്ടോമീറ്ററിനെ പറയാറുണ്ട്. ലാക്ടോമീറ്റർ എന്താണ് ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുപോലെ എന്താണ്? SNF-നെ ഡിറ്റർമൈൻ ചെയ്യുന്നു. സോളിഡ് നോട്ട് ഫാറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അങ്ങനെ ദ ഡിറ്റക്ട് ദ പൊട്ടൻഷ്യൽ അഡൾട്ടറേഷൻ, അതായത് പാലിലെ പൊട്ടൻഷ്യൽ അഡൾട്ടറേഷന് കണ്ടെത്താൻ വേണ്ടി. ഈ SNF ഓർത്തില്ലെങ്കിലും അങ്ങ് ക്വസ്റ്റ്യനിൽ അങ്ങനെയായിരുന്നു. പക്ഷെ എന്താണ് ശരിക്കും ഇത് അഡൾട്ടറേഷൻ എന്നുള്ള പോയിന്റിലായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഇവർ നോക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നോക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. മിൽക്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് എന്താണ് അതിന്റെ റീഡിങ്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് മിൽക്കിനകത്ത് എന്തെങ്കിലും ഡൈല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ എന്താണ് കൂടുതൽ വെള്ളം ചേർത്തൊക്കെ പാല് തരുമല്ലോ, അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഡൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്ടോമീറ്റർ സഹായിക്കും. അപ്പൊ പ്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, SNF അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് എടുക്കുന്നത്. അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ലാക്ടോമീറ്റർ അതിന് എന്ത് പറയുന്നു? മിൽക്ക് ഹൈഡ്രോമീറ്റർ എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ കുറച്ചധികം MCQs ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന രീതിക്കാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരിക എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണോ, ഏത് ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.